ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോയിലേക്ക് വന്നേക്കണത്. എവിടെ നിക്കോ? നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണ അറിയോ? എവിടെയാണ് പറയൂ. നമ്മൾ ഇപ്പം നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് അല്ല, കുറച്ച് സ്റ്റേറ്റ് ഫേമസ്, അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലം, മൺട്രോത്തുരുത്ത്. യെസ്, അങ്ങോട്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിൻസ് ഉണ്ട്. യെസ്, കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര ഹാപ്പി ആയിട്ട് ഞാൻ കാണാനായിരുന്നില്ല. കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ട് നമ്മൾ കൂടെയൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, റോഡൊക്കെ നല്ല സെറ്റായിട്ടായിരിക്കണം. നൈസ് ആയിട്ടുള്ള റോഡാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ടാർ ചെയ്തുള്ളൂ, അതുകൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുന്നത്. ദൂരെ അവിടെ എവിടെയോ ഒരു കാറൊക്കെ വരുന്നു. Guys, are you still holding your glasses? Yeah, I need it. Okay. Hey, Nico. Hi. ഇവിടെ ഒരു വലിയ ടവറുണ്ട്. അത് ആക്ച്വലി പഞ്ചായത്തിൻ്റെ കിണറാണ്. ഓക്കെ, ഇതിലേ കൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത്. ഇതിലേ കൂടെ കുറച്ച് അങ്ങോട്ട് അധികം കുറച്ച് നടക്കണം. പക്ഷേ എനിക്ക് മാത്രമേ വഴി അറിയത്തുള്ളൂ എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ എനിക്ക് അത്ര വഴി അറിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് വെയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടി. കാരണം ആയപ്പ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അല്ല, ഞാനിവിടെ ജനിച്ചു വളർന്നത്. അതെ, ഞാനാണ് ജനിച്ചു വളർന്നത്. പക്ഷെ ഞാൻ അവിടെ ജനിച്ച് വളർന്നതാണെങ്കിലും ഞാൻ വീട്ടിൻ്റെ അകത്താണ് വളർന്നത്. വെളിയിലോട്ട് ഇറങ്ങത്തില്ല. കറങ്ങിയെങ്കിലും ഈ സ്ഥലം അറിയാം, പക്ഷെ എനിക്കത്ര പരിചയമില്ല. ഞാനിവിടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എപ്പോഴറിയോ? കുറച്ച് നാൾ മുമ്പ് വോട്ടിങ്ങിന്. പക്ഷെ അന്ന് ഇതിൻ്റെ കൂടെ വണ്ടിയിലായിരുന്നു പോയത്. ആൻഡ് ഇവിടെ തയ്ക്കുന്ന സ്ഥലമുണ്ട്, അവിടെയും ഞാൻ വന്നിട്ടുണ്ട്. എന്തോ ഇതാണ് തോന്നുന്ന കട. അപ്പം ഓർമ്മ ശരിയാണ്. യെസ്, അതിന് മുമ്പ് നമ്മൾ 2022 ഓണത്തിന് യെസ് യെസ്. ഇത് ആക്ച്വലി നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മൺട്രോത്തുരുത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സ് വരുന്ന സ്ഥലത്തോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ശിങ്കാരപ്പള്ളി എന്ന് പറയും. പക്ഷേ ഈ സ്ഥലം നിങ്ങൾക്ക് എത്രത്തോളം കേട്ട് പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ മൺട്രോ ഐലൻഡ് ഇസ് സോ ഫാമിലിയർ ഫോർ യു ഗൈസ്, ഐ നോ ദാറ്റ്. ഓക്കെ, ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇതൊക്കെ പണ്ട് വീടായിരുന്നു, അത് ഹോം സ്റ്റേ ആക്കി മാറ്റി. യെസ് ഗൈസ്, ഇനി നമ്മൾ പോണ വഴി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ആക്ച്വലി കണ്ടോ ഒരു ഇറക്കമാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങി ഇതിലൂടെ നമുക്ക് ഓടിപ്പോകാൻ പറ്റും. കണ്ടോ, അതുപോലാണ് ഒരു സ്റ്റീപ്പായിട്ട് കിടക്കാണ്. നമ്മൾ വണ്ടി പോകുമ്പോൾ നമ്മൾ ഹിൽ ക്ലൈമ്പിങ് ഗെയിമില്ലേ, ഹിൽ ക്ലൈമ്പിങ് ഗെയിമിൽ ഇങ്ങനെ പോകില്ലേ, അതുപോലെ ആയിരിക്കും. നോക്കട്ടെ, ഇവിടെയൊക്കെ നല്ല എന്താ പറയുക, വില്ലേജ് സ്ഥലമാണ്. നമ്മൾ അങ്ങനെ ഫൈനലി ഇതാണ് ആ കാണുന്നതാണ് മൺട്രോത്തുരുത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സ്. ഓക്കെ, നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓക്കെ, കണ്ടോ, ഇവിടെ ആക്ച്വലി ഒരു ഫേമസ് ബോട്ടിംഗ് സെൻ്ററാണ് ഈ അംബുല്ല ലങ്കിൻ്റെ ബോട്ടിംഗ് സെൻറ്റർ. നമ്മൾ ഒരു 2 years ബാക്കാണെന്ന് തോന്നുന്നു, അത് 1 year ബാക്കാണോ എപ്പോഴും നമ്മളിവിടെ വന്നിട്ടുണ്ട്. 1 year ബാക്ക് ആണോ? അതെ, കണ്ടോ, ഇതാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് കുറേ നേരമൊക്കെ ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റും ഒക്കെ സൂപ്പറാണ്. എന്താ സെറ്റല്ലേ? കടയാണോ? ഹലോ, ഈ കാണുന്ന അതിമനോഹരമായ ജലസ്രോതസ്സാണ് കല്ലടയാറ്. നമ്മൾ കല്ലട ജലോത്സവമൊക്കെ കേൾക്കില്ലേ, ബോട്ട് റേസ്
ആ ബോട്ട് റേസ് നടക്കുന്നത് ഇവിടാണ്. അപ്പം ഇത് അതിൻ്റെ കല്ലടയാറിൻ്റെ ബാക്ക് വാട്ടേഴ്സാണ്. ഇത് നോക്കൂ, ഇവിടെ ഇങ്ങനെ പടിക്കിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇറങ്ങി പോകും. വെള്ളത്തിലൊന്നും വീഴല്ലേ, കുറച്ച് ആഴം ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ അടിവശം കാണാൻ പറ്റുന്നില്ല വെള്ളത്തിൻ്റെ. അത്യാവശ്യം നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു. അടുത്തായിട്ട് തന്നെ, കാരണം വെള്ളം നമുക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കരിമീനിനെയൊക്കെ കാണാൻ പറ്റും. കാരണം ഇത് കരിമീൻ്റെ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇത് വെള്ളം അത്ര ക്ലിയർ അല്ല. ഇവിടെ ആയപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ കടാരക്കുഴി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളെ പേടിപ്പിക്കുകയാണ്. ഓക്കെ, ഇറങ്ങിയാൽ ഭയങ്കര പ്രശ്നമാണ്. വെള്ളത്തിനോ മൂന്നാളിറങ്ങുന്ന 18 അടി താഴ്ചയുണ്ട് ഈ വെള്ളത്തിൽ. ദൂരെ കഴുക്കോല് പോയിക്കണം പോകണം. വെള്ളം ഊന്നുന്നത് വെള്ളത്തെ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. ബോട്ടിങ്ങിന് വന്ന സമയത്ത് നമ്മള് സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അയ്യോ ഭയങ്കര വെയിൽ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 2:57. അതും നല്ല പൊരിഞ്ഞ വെയിൽ. ഈ എർത്ത് തിരിച്ചു വരുന്ന നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പം ഇറക്കമല്ലേ നമ്മൾ ഓടിക്കറി അമ്മേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചു തരാം. ഇവിടെ എത്ര ആൾക്കാർ വരും എന്നുള്ളത് ഇതാ, ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നോക്ക്, ഇത് ആക്ച്വലി ചെന്നൈയിൽ നിന്നുള്ളവരാണ്. അപ്പം അത്രയും ഫേമസ് ആണ് ഈ സ്ഥലം. ഓക്കെ ഓക്കെ, ബൈ.